കീഴിലുള്ള പരിവാഹൻ പോർട്ടലിലെ ഡേറ്റ ഹാക്കർമാർ ചോർത്തി. സർക്കാർ പോർട്ടൽ ചോർത്തിയെന്ന് മാത്രമല്ല, വാഹന ഉടമകളുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ടെലിഗ്രാമിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്ന വലിയ വാർത്തയാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ വാഹന ഉടമകളുടെ സ്വകാര്യ വിവരങ്ങൾ ടെലിഗ്രാമിലെ ബോട്ട് വഴി ആർക്കും കിട്ടുന്ന അവസ്ഥയാണ്. ഒരു മാസം മുൻപ് തുടങ്ങിയ ഈ ടെലിഗ്രാം ബോട്ടിന് 32,000-ലധികം സബ്സ്ക്രൈബർമാർ ഇപ്പോഴുണ്ട്. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ നൽകിയ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അവിടെ സുരക്ഷിതമാണെന്നാണ് വിശ്വാസം. ബയോമെട്രിക്സ് ലോക്കിംഗ്, ഡബിൾ വെരിഫിക്കേഷൻ, സുരക്ഷാ പാസ്വേഡ്, OTP എന്നിങ്ങനെ നിരവധി സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ആശങ്ക കഴിഞ്ഞ കുറച്ചു കാലമായി ഉയരുന്നുണ്ട്. മഹാമാരി കാലത്ത് കോവിഡ് രോഗികളുടെ ഡാറ്റ ചോർന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ പരിവാഹൻ പോർട്ടലിലെ വിവരങ്ങൾ ടെലിഗ്രാമിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിടുകയാണ്. കേന്ദ്ര ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടലാണ് പരിവാഹൻ. രാജ്യത്തെ വാഹന ഉടമകളെ സംബന്ധിച്ച സകല വിവരവും ഇതിലുണ്ട്. വാഹന രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ് വിശദാംശങ്ങളടക്കം എല്ലാ വിവരവും. എന്നാൽ വാഹന ഉടമയുടെ വിലാസവും ഫോൺ നമ്പറും അടക്കം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല. പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും മാത്രമാണ് ഇവ നേരിട്ട് എടുക്കാനാവുക. ഇൻഷുറൻസ് കമ്പനികൾക്കടക്കം ആക്സസ് നിഷേധിച്ചിട്ടുള്ള വിവരങ്ങളാണിത്. പക്ഷേ ഈ ടെലഗ്രാം ബോട്ടിൽ ആർക്കും ഇതെല്ലാം കിട്ടും. ഏതെങ്കിലും വാഹന ഉടമയുടെ ഫോൺ നമ്പറോ രജിസ്ട്രേഷനോ വേണമെങ്കിൽ വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ നൽകിയാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിക്കുന്ന കിയ കാർണിവൽ കാറിന്റെ KL 01 CV 6683 എന്ന രജിസ്ട്രേഷൻ നമ്പർ ടെലഗ്രാം ബോട്ടിൽ സെർച്ച് ചെയ്തു നോക്കി. നിമിഷങ്ങൾക്കകം വാഹന ഉടമ സംസ്ഥാന പോലീസ് മേധാവിയാണെന്നതും വാഹനത്തിന്റെ ട്രാഫിക് നിയമലംഘന വിശദാംശങ്ങളും അടക്കം വിവരങ്ങളെല്ലാം ബോട്ടിൽ കിട്ടി. ഒരാൾക്ക് ഏതു വ്യക്തിയുടെയും വിവരങ്ങൾ സൗജന്യമായി 2 തവണ കിട്ടും. പണമടച്ചാൽ കൂടുതൽ പേരുടെ വിവരം കിട്ടാനുള്ള സംവിധാനം ഒരുങ്ങുന്നുവെന്ന് അറിയിപ്പുമുണ്ട്. പിന്നെ ഒരു വഴി ഈ ബോട്ട് മറ്റൊരാൾക്ക് റെഫർ ചെയ്യുകയാണ്. വീണ്ടും 2 പേരുടെ വിവരം കൂടി കിട്ടും. ഈ നിയമവിരുദ്ധ സംവിധാനം പരമാവധി പേരിൽ എത്തിക്കാനുള്ള ഉപാധിയാണിത്. ഇത്ര ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും ഡാറ്റ ചോർച്ചയും ഉണ്ടായിട്ട് അത് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് രാജ്യത്തിന്റെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എത്ര ദുർബലമെന്ന് കാണിച്ചു തരുന്നുവെന്ന് സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ലിജോ. ഒരു വെഹിക്കിളിന് നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരുന്നത് ഒരു ഡൊമൈൻ, ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവർ വെളിപ്പെടുത്തി തരുന്നത്. graph.com എന്ന് പറയുന്ന ഒരു ഡൊമൈൻ വഴിയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നത്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 2003 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഡൊമൈനാണ്. 2023 ഇതേ പരിവാഹൻ പോർട്ടലിൽ നിന്നും ഇൻ്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് ഡാറ്റാബേസും ഹാക്കർമാർ ചോർത്തിയിരുന്നു. ചോർത്തിയ വിവരങ്ങളിൽ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജിമെയിൽ വിശദാംശങ്ങളും പാസ്വേഡുകളും നമ്പറുകളും ഉൾപ്പെട്ടിരുന്നു. ഇവ ട്രൂ കോളർ ഡാറ്റാബേസിൽ എത്തിയതായും കണ്ടെത്തി. അതിന് പിന്നാലെയാണ് കൂടുതൽ ഗുരുതരമായ ഈ ഡാറ്റ ചോർച്ച. ഓഗസ്റ്റ് 24 സുപ്രീംകോടതി പൗരന്മാരുടെ സ്വകാര്യത സംബന്ധിച്ച ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധി പ്രസ്താവിച്ചു. പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പു നൽകണം. എന്നാൽ ആ ഉറപ്പ് പാടെ ലംഘിക്കുന്നതാണ് പരിവാഹൻ പോർട്ടലിലെ ഈ ഡാറ്റ ചോർച്ച തെളിയിക്കുന്നത്. ഡിജിറ്റൽ സാക്ഷരത രാജ്യത്ത് രൂപപ്പെട്ട ഈ കഴിഞ്ഞ കാലത്താണ് ഈ ഗുരുതരമായ ഡാറ്റ ചോർച്ച എന്നതാണ് ഏറെ ഗൗരവകരം. ക്യാമറ പേഴ്സൺ സുൽത്താനോടൊപ്പം അനൽക സേദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവിലേക്ക് പോകുന്നു. അനൽക സേതുന്റെ വിവരങ്ങളുമായി. അനൽക, ഈ വാഹന വിവരങ്ങളെല്ലാം തന്നെ ഇനി 1 മിനിറ്റ് കൊണ്ട് വിരൽത്തുമ്പത്ത് എന്ന തരത്തിലുള്ള വലിയ പ്രചാരണങ്ങൾ നടത്തിയാണ് ഈ പരിവാഹൻ ആപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇതെത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ സൂക്ഷിക്കാമെന്നൊരു ഉറപ്പ് സർക്കാർ തലത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ മുഖേന നമുക്ക് ലഭിച്ചിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്നത് വലിയൊരു ക്രിമിനൽ ഒഫൻസാണ്. ഈ അന്വേഷണത്തിൽ അനൽക മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മിനിറ്റിൽ താഴെ സമയം മതി നമുക്ക് ഈ ഇന്ത്യയിലുള്ള ഏത് പൗരന്മാരുടെയും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ടെലിഗ്രാമിൻ്റെ ബോട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് വളരെ 10 സെക്കൻഡിൽ താഴെ നമുക്ക് സമയം കൊണ്ട് നമുക്ക് ഈ പൗരൻ്റെ സ്വകാര്യ വിവരങ്ങളും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ A to Z ഡീറ്റെയിൽസ് വിവരങ്ങൾ മുഴുവൻ നമുക്ക് ഈ ടെലഗ്രാം ബോട്ട് വഴി ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സുരക്ഷാ പ്രശ്നവും അതുപോലെ തന്നെ ഈ ഡാറ്റ ചോർച്ചയുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ പരിവാഹൻ പോർട്ടലിൽ നടന്നിട്ടുള്ളത്. ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാരിൻ്റെ ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ വിവരം അറിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ ടെലഗ്രാം ബോട്ട് ടെലഗ്രാമിൽ സജീവമാണ്. നിലവിൽ 32,000 വരിക്കാരാണ് ഈ ബോട്ടിലുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ജനങ്ങൾ ഈ പറഞ്ഞ വാഹനവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ അതുപോലെ തന്നെ പൊല്യൂഷൻ ലൈസൻസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് പരിവാഹൻ സൈറ്റിനെയാണ് ആശ്രയിക്കാറുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഈ പരിവാഹൻ പോർട്ടലുമായിട്ടാണ് നടത്താറുള്ളത്. എന്നാൽ ആ പോർട്ടലിലെ ഡാറ്റാബേസ് ആണ് ഇപ്പോൾ ലീക്കാക്കിയിട്ടുള്ളത്, അതായത് ഹാക്കർമാർ ചോർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഏകദേശം ഒരു വാഹനത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ഈ ഡാറ്റാബേസ് ലഭ്യമാണ്. നമുക്കറിയാം 2017 അതായത് 2017 ഓഗസ്റ്റ് 24 സുപ്രീം കോടതി ഏറ്റവും ചരിത്രപ്രധാനമായിട്ടൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു. അതായത് പൗരന്മാരുടെ സ്വകാര്യത സംബന്ധിച്ചൊരു ചരിത്രപ്രധാനമായിട്ട് വിധി. അതിൽ ഇപ്പോൾ നിലവിൽ മുൻ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ അതിലുണ്ടായിരുന്നു, DY ചന്ദ്രചൂഡ് അടക്കമുള്ളവർ അതിലുണ്ടായിരുന്നു. അതിൽ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കണമെന്നൊരു ചരിത്രപ്രസ്ഥാനമായിട്ടുള്ളൊരു വിധി പ്രസ്താവമായിരുന്നത്. എന്നാൽ അത് പാടെ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പരിവാഹൻ സൈറ്റിൻ്റെ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ മുഴുവനും ലീക്കായിരിക്കുന്നു എന്ന വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മളിത് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വാഹനങ്ങളുടെ നമ്പർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ പൗരൻ്റെ അതായത് ആ വ്യക്തി ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും അതായത് 40-ലധികം വിവരങ്ങളും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാന മറ്റൊരു കാര്യം, സ്വാഭാവികമായിട്ട് ഈ ന്യൂസ് കാണുന്ന ഈ വാർത്ത കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് സംശയമുണ്ടാകും. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ പോർട്ടലിൽ നമുക്ക് ഇത്രയും വിവരങ്ങൾ ലഭിക്കുമല്ലോ എന്നൊരു സംശയമുണ്ടാകും. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗരന്മാർക്ക് ഈ പരിവാഹൻ സൈറ്റിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നതിന് പരിമിതികളുണ്ട്. കാരണം ഏറ്റവും കുറച്ച് വിവരങ്ങൾ മാത്രമാണ് നമുക്ക് പരിവാഹൻ പോർട്ടലിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ഈ പരിവാഹൻ്റെ ഡാറ്റാബേസ് ടെലഗ്രാമിൽ ലീക്ക് ആക്കിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൗരൻ്റെ അയാൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് മുഴുവൻ വിവരങ്ങളും അതിലുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതായത് ഗതാഗത നിയമലംഘനം നടത്തിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഇൻഷുറൻസിൻ്റെ നമ്പറും അതേപോലെ തന്നെ നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും നമ്മളെ മേൽവിലാസവും അതിലെ നമ്പറും അടക്കം നമുക്ക് ഈ ടെലഗ്രാമിൻ്റെ ബോട്ടിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൽ ഒരാൾക്ക് അതായത് പുതുതായി ടെലഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുന്ന ഒരാൾക്ക് 2 തവണ മാത്രമേ സൗജന്യമായിട്ട് നമുക്ക് ഈ വിവരം എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ജിജീഷ് PB ഉണ്ട്, സാങ്കേതിക വിദഗ്ധൻ. ശ്രീ ജിജീഷ്, അങ്ങ് ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചെറുതായി ഒന്ന് പറയാം. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള പരിവാഹൻ പോർട്ടലിലെ ഡേറ്റ ഹാക്കർമാർ ചോർത്തി എന്നുള്ളതാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വാർത്ത. അങ്ങൊരു സാങ്കേതിക വിദഗ്ധനാണ്. ഈ പറയുന്നത് പോലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ടെലിഗ്രാമിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്നുള്ള ഈ ഒരു ആപ്പിനുള്ളിൽ 32,000-ലധികം സബ്സ്ക്രൈബർമാർ ഉണ്ട് എന്നാണ് വിവരം. ഇങ്ങനെ ചോർത്തപ്പെടുന്നത് സാധാരണ മനുഷ്യരുടെ മാത്രമല്ല, ഇതിൽ ഉന്നതരായ സർക്കാർ ഉദ്യോഗസ്ഥർ പോലുമുണ്ട്. നമ്മുടെ രാജ്യത്തെ സൈബർ സുരക്ഷ അടക്കം ചോദ്യം ചെയ്യുന്ന ഒന്നല്ലേ ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായിട്ടും സൈബർ സുരക്ഷ അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. അപ്പൊ ആധാർ ഡാറ്റാബേസ് ഉൾപ്പെടെയുള്ള വൻ സുരക്ഷ ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഡാറ്റാബേസുകളിൽ നിന്ന് ലീക്ക് ഉണ്ടാവുകയും അത് 500 രൂപയ്ക്ക് മുഴുവൻ മനുഷ്യന്റെ മുഴുവൻ വിവരങ്ങളും വാർത്തയും വന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പരിവാഹൻ ആപ്പിന്റെ സംസാരിക്കുമ്പോൾ ഒരു 1-2 മാസം മുമ്പ് ഈ പരിവാഹന്റെ സൈറ്റിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നും സെക്യൂരിറ്റി വീഴ്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്തകൾ ഒന്നുണ്ടായിരുന്നു. ക്ലൗഡ്സെക് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി സ്ഥാപനം ഇതിലെ വൾണറബിലിറ്റീസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെന്റിന് അറിയിക്കുകയും എത്രയും വേഗം അത് പരിഹരിക്കണം എന്ന് പറയുകയും ചെയ്തു. അന്ന് 10,000-ഓളം പേരുടെ വിവരങ്ങൾ ഇതിൽ നിന്ന് ചോർത്തിയെടുത്തിട്ടുള്ളതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളും ഈ സെക്യൂരിറ്റി ഫോം അന്ന് കൊടുത്തിരുന്നു. അക്കാര്യത്തിൽ ഗവൺമെന്റ് എന്ത് നടപടിയാണ് ഈ കാലയളവിനുള്ളിൽ സ്വീകരിച്ചത്? അന്ന് ഈ പറയുന്ന ചോർത്തിയിട്ടുള്ള വിവരങ്ങളാണോ അതോ പുതിയ അറ്റാക്കാണോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. അന്ന് 10,000 പേരുടെ ശ്രീ ജിജീഷ്, അതായത് സ്വന്തമായിട്ട് ഒരു വാഹനം കയ്യിലുള്ളപ്പോൾ ആരെ വേണമെങ്കിലും തേടി എത്താൻ പറ്റുന്ന ഒരു വലിയ കെണിയാണ് ഈ പരിവാഹൻ ആപ്പ് എന്ന് പറയാം അല്ലേ? പരിവാഹൻ ആപ്പിൽ എങ്ങനെയാണ് എന്ന് ആപ്പിന്റെ മാത്രം പ്രശ്നമല്ല. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് മാസത്തിലാണ് ഓർമ്മ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മുടെ വാഹനങ്ങളുടെ ഡാറ്റാബേസിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒരു സെക്യൂരിറ്റി ഫേം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിന് ശേഷം ഗവൺമെന്റ് അക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാസ്വേഡും യൂസർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കാര്യമായ എൻക്രിപ്ഷനോ സെക്യൂരിറ്റികളോ ഒന്നുമില്ലാതെ ലഭ്യമാണ് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഇത് ഡാറ്റ ചോർത്തൽ മാത്രമല്ല, ആ സൈറ്റിന്റെ കൺട്രോൾ മുഴുവൻ ഹാക്കർമാരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള സെക്യൂരിറ്റി ലാപ്സസ് ആണ് ഇതിലുള്ളതെന്നാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അക്കാര്യത്തിൽ നടപടിയെടുക്കാത്തത് മൂലം സംഭവിച്ച വീഴ്ചയാണോ അതോ അന്ന് തന്നെ സംഭവിച്ച വീഴ്ചയുടെ ഭാഗമായി വന്ന ഡാറ്റ ബ്രീച്ച് വിവരങ്ങൾ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര മന്ത്രിസഭയും കേന്ദ്ര മന്ത്രാലയമാണ്. സെർട്ടിന്റെ എന്ത് നടപടികളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ശ്രീ ജിജീഷ്, ഒരൊറ്റ കാര്യം കൂടി, ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുമ്പോൾ നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സൈബർ സുരക്ഷാ വിദഗ്ധർ ഇത് എന്തുകൊണ്ടാണ് ഇത് അറിയാതെ പോകുന്നത്? അത് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ടൊരു ഡാറ്റ പ്രൊട്ടക്ഷന് കൃത്യമായൊരു മാനദണ്ഡമോ നമുക്കൊരു ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ പാസ് ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ സംവിധാനമോ ഗൈഡ് ലൈൻസോ ഫ്രെയിംവർക്ക് ഒരുക്കാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് ആധാർ ഉൾപ്പെടെയുള്ള വലിയ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസുകൾ കെട്ടിപ്പൊക്കുന്നത്. ഇത്ര വലിയ വിവരങ്ങൾ സെൻട്രലൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കുക വഴി ഈ ഒരൊറ്റ ഡാറ്റാബേസ് ബ്രീച്ച് ചെയ്താൽ തന്നെ രാജ്യത്ത് മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ കോംപ്രമൈസ്ഡ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ഫ്രോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ മറ്റ് വ്യാജ ഐഡന്റിറ്റി സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ ഇംപേഴ്സണേറ്റ് ചെയ്യാൻ കഴിയും. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഒരുപക്ഷെ നമ്മളെയൊക്കെ പ്രതിയാക്കുന്ന സാഹചര്യത്തിലേക്ക് ഇതിന്റെ ഓപ്പറേഷൻസ് മാറാം. നമ്മുടെ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ID ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ ഭീകര പ്രവർത്തനങ്ങളോ ഒക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഡാറ്റ ബ്രീച്ചുകൊണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യം പൊതുജനത്തെ ബോധ്യപ്പെടുത്തുകയും അതിനെതിരെ ഒരു വ്യക്തിപരമായി സ്വീകരിക്കാൻ നടപടി, ഓരോ സർക്കാർ ഓഫീസുകളിലും സ്വീകരിക്കേണ്ട നടപടി, ഈ ഡാറ്റ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് താഴെ തലം മുതൽ മുകളിൽ വരെ എല്ലാവർക്കും കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുകയും ഒരു SOP ഉണ്ടാക്കുകയും അതിനനുസരിച്ച് മാത്രം ഈ വിവരങ്ങളും രേഖകളും കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. ഒപ്പം ഇത്തരത്തിലുള്ള ഡാറ്റാ ബ്രീച്ചുകൾ ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യരെ അത് നിഷേധിച്ചുകൊണ്ട് അവർക്കെതിരെ തിരിയുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് ഗവൺമെന്റ് മാറി അത്തരം ചൂണ്ടിക്കാണിക്കുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി മോഡൽ ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് കൃത്യമായ ഡാറ്റ പ്രൊട്ടക്ഷൻ സൗകര്യങ്ങളോ നിയമങ്ങളോ ഇല്ലാത്ത ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം യൂറോപ്യൻ യൂണിയനിലൊക്കെ GDPR പോലെയുള്ള കൃത്യമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സംവിധാനവും നമ്മുടെ രാജ്യത്തും കൂടി നമ്മൾ ഓർക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ ജിജീഷ് PB പ്രതികരിച്ചതിന്. സാങ്കേതിക വിദഗ്ധൻ ജിജീഷ് PBയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ പറഞ്ഞതുപോലെ ഗുരുതരമായ ഒരു ക്രിമിനൽ ഒഫൻസാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അനൽക്ക തുടരുന്നത് നമുക്കിപ്പം. അനൽക്ക, ഞാനീ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ജിജീഷ് പറഞ്ഞതൊക്കെ അനുസരിച്ച് പരിവാഹൻ ആപ്പ് തട്ടിപ്പ് അത് ഒരു പുതിയ സംഭവമല്ല. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തന്നെ ഈ പരിവാഹൻ ആപ്പ് തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ടത് 1832 പേരാണ്. അപ്പോൾ ഈ തട്ടിപ്പ് ആദ്യമായിട്ടല്ല, നേരത്തെയും ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഈ പരിവാഹൻ ആപ്പ് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൈബർ സുരക്ഷാ വിഭാഗം ഇതൊന്നും അറിയാതെ പോകുന്നുമുണ്ട്. ഇതെന്തുകൊണ്ട് ഇവർ ഇത്തരം കാര്യങ്ങളിൽ ബോധവാന്മാരാകുന്നില്ല? ഇത്രയും പരാതികൾ ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ?
അതെ, തീർച്ചയായിട്ടും സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ സർക്കാർ വെബ്സൈറ്റുകളുടെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില എത്തിക്കൽ ഹാക്കേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ഇന്ത്യക്കുള്ളിൽ സർക്കാർ സംവിധാനങ്ങൾ, സർക്കാരിൻ്റെ വെബ്സൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നടപടി, അതായത് മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു നടപടി പോലും ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മൾ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ ഞാൻ ഈ എത്തിക്കൽ ഹാക്കറുടെ അടുത്ത് സംസാരിച്ച സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വിദേശ രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഈ എത്തിക്കൽ ഹാക്കേഴ്സ് സ്വന്തം രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും ആ രാജ്യത്തേക്ക് ഈ സൈബർ നുഴഞ്ഞുകയറ്റം നടത്തുന്ന സമയത്ത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് ഇവർ ഗവൺമെൻറ് ജോലിക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഇവർ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ത്രെട്ട്, അതായത് സൈബർ ലംഘനം നടന്നെന്ന് ഇവർ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ആ സർക്കാർ ഇവരെ ഈ എത്തിക്കൽ ഹാക്കേഴ്സിനെ വേണ്ട രീതിയിൽ റിവാർഡ് അടക്കം കൊടുത്താണ് ഇവരെ പരിഗണിക്കാറുള്ളത്. അത്തരമൊരു സംവിധാനം ഈ പറഞ്ഞ ഇന്ത്യ പോലുള്ള ഇന്ത്യയിൽ അത്തരം സംവിധാനങ്ങൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോവിഡിൻ്റെ സമയത്ത് കോവിഡിൻ്റെ വാക്സിനുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ സ്വകാര്യ വിവരങ്ങൾ കോവിഡ് ബോട്ടിൽ ഇതേപോലെ ലീക്കായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം വളരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി വന്നിരുന്നു. അന്ന് കേന്ദ്ര IT മിനിസ്റ്ററായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിരുന്നു. കൂടാതെ 2023 PB ജിജി സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 ഇൻ്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് ഡാറ്റാബേസിന്റെ വിവരങ്ങൾ ചോർത്തിയിരുന്നു. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിവാഹൻ ആപ്പാണ്. ഒരു വാഹനം മാത്രം, വാഹനവും ബേസ് ചെയ്തിട്ടുള്ള ഒരു തട്ടിപ്പാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വാഹനം ഇത് കുറച്ചു കഴിയുമ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് മാറില്ലേ? അതെ, തീർച്ചയായും. കാരണം ഇതിൽ വാഹന ഉടമയുടെ ചേസിസ് നമ്പറും എൻജിൻ നമ്പറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ടെലഗ്രാം ബോട്ട് വഴി ലീക്കാകുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ തീവ്രവാദം പോലെയുള്ള, അതേപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാം. നമുക്കറിയാം, ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഫോടനവുമായി പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും ഫൈനാൻഷ്യൽ സ്കാം നടക്കുന്ന സമയത്തും ഒക്കെ ഇതിൽ പിടിക്കപ്പെടുന്നതിൽ ചെറിയൊരു ഭാഗം ആളുകൾ എന്ന് പറയുന്നത് സാധാരണ ായിട്ടുള്ള ആളുകളാണ്. അവരെ ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ നിയമലംഘനം. അങ്ങനെ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകർ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി, കാരണം ഇപ്പോൾ ഈ വാഹനമില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഒരു സ്കൂട്ടർ പോലും ഇല്ലാത്ത വീട്ടുകാർ വളരെ വിരളമായിരിക്കും നമുക്കിടയിൽ. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള പരിവാഹൻ പോർട്ടലിലെ ഡേറ്റ ഹാക്കർമാർ ചോർത്തി എന്നിട്ടുള്ളതാണ്. ഈ സർക്കാർ പോർട്ടൽ ചോർത്തി എന്നുള്ളത് മാത്രമല്ല, വാഹന ഉടമകളുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു എന്ന വലിയ വാർത്തയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ ഇതൊരു വലിയൊരു ക്രിമിനൽ ഒഫൻസാണ്. FIR ഇട്ട് അന്വേഷണം നടത്തേണ്ട അത്രയും വലിയ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, കൂടുതൽ ആളുകളിലേക്ക് ഈ ആപ്പ് എത്തിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നില്ല, അതിനുവേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു വലിയ ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ. അനൽക്കയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.